എന്നിട്ട് കയറ് പൊട്ടിച്ച് പുറത്ത് കൊണ്ടുപോയില്ലേ? ഇതാ ഇതിലെ കൂടെ കയറി ഇങ്ങനെ ഇതൊക്കെ പൊളിച്ചിട്ട് ആണി അടിച്ചതൊക്കെ പൊളിച്ച് ആടിന് വലിച്ചെടുക്കുമ്പോ എല്ലാം പൊളിഞ്ഞു പോയി അല്ലേ. എന്നിട്ട് എവിടം വരെ കൊണ്ടുപോയി വലിച്ചോണ്ട്? അത് അവിടെ വരെ കൊണ്ടുപോയി. ഇതവിടെ ആ പച്ചപ്പുല്ല് ചപ്പ് കാണുന്നില്ല, അവിടെ വരെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ചാടി എണീറ്റ് വന്ന് നോക്കുമ്പോ അതിന്റെ അവിടെ ബ്ലഡൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അന്നേരം ജീവൻ പോയിട്ടില്ല. അത് ഇത് പൊട്ടിച്ചല്ലേ? അത് പൊട്ടിച്ച് അതിലൂടെ പിടിച്ച, വേറെ വലിയ ഒരു ഓപ്ഷൻ ഇല്ല അതിന് പിടിക്കാൻ. അതിലൂടെ കൈയിട്ടിട്ടാന്ന് തോന്നുന്നു വലിച്ചെടുത്ത്. നമസ്കാരം, ഞാൻ ഇന്ന് തിരുനെല്ലിക്കടുത്തുള്ള കോട്ടിയൂർ എന്ന് പറയുന്ന ഒരു വനഗ്രാമത്തിലാണുള്ളത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ രാത്രി ഇവിടെ ഒരു കർഷകൻ്റെ ആടിനെ ഒരു വന്യജീവി കടിച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു വീട്ടിലെ ആടിനെ പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് വനഗ്രാമമാണ്, ഇത് കോളനി നിവാസികളാണ്. അപ്പോൾ അവരുടെ ആടിനാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത്. നമുക്കവിടെ ചെന്നിട്ട് അതിനെക്കുറിച്ച് നേരിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഇതൊരു വനഗ്രാമമാണ്, അതുകൊണ്ട് തന്നെ ചുറ്റോട് ചുറ്റും ഫോറസ്റ്റ് കേട്ടോ. നമുക്ക് അവിടെ കാണാം ഫോറസ്റ്റ്. അതുപോലെ തന്നെ ഈ ഭാഗം ഇവിടെ ഒരു ജണ്ട ഉണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ കോളനിയാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് സുനിത. ഇത് എപ്പോഴാണ് ചേച്ചി സംഭവം ഉണ്ടായേ? രാവിലെ 1:45. എത്ര മണിക്ക്? രാവിലെ അല്ലേ 1:45 അല്ലേ? എന്താ ശബ്ദം കേൾക്കുമായിരുന്നോ? ശബ്ദം പിടിച്ച് ഇങ്ങനെ ഈ അലക് ഇങ്ങനെ പൊട്ടി വാതിലിൻ്റെ. അപ്പം ഞാൻ ചാടി എണീറ്റ് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ അവിടെ ബ്ലഡൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അന്നേരം ജീവൻ പോയിട്ടില്ല. അത് ഇത് പൊട്ടിച്ചല്ലേ? അത് പൊട്ടിച്ച് അതിലൂടെ പിടിച്ച, വേറെ വലിയ ഒരു ഓപ്ഷൻ ഇല്ല അതിന് പിടിക്കാൻ. അതിലൂടെ കൈയിട്ടിട്ടാന്ന് തോന്നുന്നു വലിച്ചെടുത്ത്. ഡോറ് പൊട്ടിച്ചിട്ടുണ്ടല്ലേ? ഡോറ് വേറെ വലിയ കയറിയിട്ടില്ല. എന്നിട്ട് ഇവിടെ അവിടെയാണ് കിടന്ന ആട്. ഇവിടെ കിടന്നല്ലേ? ചാരം ഇട്ടിന് ഞാൻ. നിങ്ങൾ കണ്ടോ? നേരിട്ട് കണ്ടോ? കടുവേനെ ഞാൻ കണ്ടിട്ടില്ല. കടുവയത്? കടുവയാന്ന് തോന്നുന്നു. പുലിയാന്ന് പറയുന്ന കേട്ടോ, അതാ ഞാൻ ചോദിച്ചേട്ടോ. ആയിരിക്കും, എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഒന്നിങ്ങനെ ഇട്ട് വെച്ച് ജീവൻ പോയിട്ടില്ല. ഞാൻ വരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വന്ന് ഇവിടെ നിന്ന് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ കുഴഞ്ഞു താഴെ ഇങ്ങനെ വീഴുന്നത് ഞാൻ കണ്ട്. ജീവൻ പോകുന്നതെല്ലാം ഞാൻ കണ്ട്. എത്ര ആടുണ്ടായിരുന്നു നിങ്ങൾക്ക്? നമുക്ക് കുറച്ചുണ്ട് കൂടുതൽ. അവരെല്ലാം മേയാൻ പോയിട്ടുണ്ട്. അത് ഫോറസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം തന്നെ വന്നു. ഒരു 1/2 ആകുമ്പോഴത്തേക്ക് വന്നു. അവര് വന്ന് പടക്കെല്ലാം പൊട്ടിച്ച് അങ്ങനെയാ പിന്നെ അത് കേറിപ്പോയ. അവരെന്താ പറഞ്ഞേ? അവര് വന്ന് നോക്കി എന്തെല്ലാം പറഞ്ഞ് എഴുതി. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയിനി മാനന്തവാടി. കൊണ്ടുപോയി. ഇന്നിവിടെ ഡോക്ടറില്ല കാട്ടിക്കുളത്ത്. അന്നേരം മാനന്തവാടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് എൻ്റെ ഏട്ടൻ കൊണ്ടുപോയിനി. വന്നിട്ടില്ല. അവര് കണ്ടപ്പോ നമ്മള് കണ്ടപ്പോ പുലിയാ. പുലി വേറെ എൻ്റെ അനിയനും പിന്നെ വേറൊരു ചേട്ടനും കൂടി കണ്ടിന്. എൻ്റെ രതീഷ് ചേട്ടനും കണ്ടിന്. അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പോലും. അത് ഫോറസ്റ്റുകാർ വന്നപ്പോഴാണ് പോയെ. ഇത് ശരിക്കും കോളനിയുടെ പേരെന്തായിരുന്നു? ഇത് കാരമാട്. കാരമാട് അല്ലേ? വേറെ ഏതെങ്കിലും ആടുകൾക്ക് പരിക്കുമല്ലോ? അപ്പുറത്തൊരു അതേ സ്പോട്ടിൽ 10-11 മണിക്ക് 12 മണിക്ക് കോട്ടീരെന്ന് പറയുന്ന സ്ഥലത്ത് ആയിനി ഒരാടിനെ പിടിച്ചിന്. അപ്പുറത്തൊരു കോൺക്രീറ്റ് റോഡ് അതിൽ അങ്ങനെ പോയിട്ട് അത് കഴിഞ്ഞ് നമ്മളിവിടെ അതാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ആയ. കൊറേ ആടുള്ളതുകൊണ്ട് ബുദ്ധിമുട്ട് പേടിയാലേ? ബാക്കിയുള്ളതും കൂടെ പോവുന്നില്ലേ? എന്തായാലും ഭയം അത്രേ ഉള്ള. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. നിങ്ങളിവിടെ കുറേ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരല്ലേ? നമ്മളാകെ ഒരു ഒറ്റ വീടേ ഉള്ളൂ ഈ ഭാഗത്ത്. ആണല്ലേ? ബാക്കിയെല്ലാം അപ്പുറത്തല്ലേ? ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്ന ഈ സ്ഥലത്തൊക്കെ? കൃഷിയെല്ലാം കഴിഞ്ഞു. ഒരു കൃഷി എടുക്കുള്ളൂ ഇവരുന്ന്. ഇതൊക്കെ ഇത് ശരിക്കും വനഗ്രാമം അല്ലേ? അല്ലേ? നിങ്ങൾ ഏത് വിഭാഗത്തിൽ? നമ്മൾ അടിയേരി.
അല്ലേ അതെ. അപ്പം അങ്ങനെയാണ്. ചേട്ടാ പേരെങ്ങനെയാ? എൻ്റെ പേര് പെരുമാവൾ. ഇവിടെ ഇങ്ങനെ വന്യമൃഗ പ്രശ്നമുണ്ടോ സ്ഥിരമായിട്ട്? ഉണ്ട്. ഉണ്ടല്ലേ? കാടിനോട് അടുത്തായതുകൊണ്ടല്ലേ? അതെ. ആനയൊക്കെ വരാറുണ്ടോ? ആനയൊക്കെ വരാറുണ്ട്. ആണല്ലേ? ഇപ്പം നിങ്ങൾ രാത്രി ഇവിടെ വന്നായിരുന്നോ? ഇല്ല, ഞങ്ങൾ വന്നിട്ടില്ല. ആണല്ലേ? നമ്മളിവിടെ അപ്പുറത്തല്ലേ? എത്തിപ്പെടാൻ പറ്റില്ല. ആനയും ഇതും പുലിയൊക്കെ ഉണ്ടാവും. ആണല്ലേ? നടക്കുക അങ്ങനൊന്നുമില്ല. ആണല്ലേ? ഇല്ല. നമ്മള് അർജന്റ് ആണെങ്കിൽ വിളിച്ചാല് 2-3 ആൾക്കാർ കൂടിയിട്ടേ വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പകല് നടക്കുന്ന പോലെ സെപ്പറേറ്റ് നടക്കാനാവൂല. ഭയങ്കര പാടാ. ഇതിലെങ്ങനെ ആന വരും? ഇതിലെങ്ങനെ അവിടെ വന്ന് പ്ലാവുമ്പോ കുത്തി എനിക്ക് കഴിഞ്ഞ പോലെ. നമ്മള് രാത്രിയിലെ റോട്ടിൽ കൂടെ പോകുമ്പോ കാണാം. ഇത് തിരുനെല്ലി റോഡില് ആ സൈഡിലല്ലേ നിങ്ങളെ കോളനി വരുന്നത്? ഇപ്പോൾ വേറെ ആരുടെയാ? നിങ്ങളുടെ കോളനിയിൽ തന്നെയാണോ പരിക്ക് പറ്റിയിരിക്കുന്നത്? പരിക്ക് പറ്റിയിരിക്കുന്നത് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? നിങ്ങളിതിലേ വരുവാണോ? അതിലെ വരിക. ഇവിടെ ഒരു റോഡ് കാണാം. അതുപോലെ തന്നെ ഈ കോളനിയിലെ നമുക്ക് കാണാം. അവർ പറഞ്ഞില്ല ഒറ്റ വീട് മാത്രമേ ഇവിടെ ഉള്ളെന്ന്. അതിൻ്റെ അവരുടെ വീട് ആ ഒരു സൈഡിലായിരുന്നു. അതുപോലെ ഇപ്പുറത്തെ സൈഡിലാണ് ബാക്കി വീടുകളെല്ലാം ഉള്ളത്. ഇവിടെ കണ്ടോ വലിയ ട്രെഞ്ചും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആനയുള്ള പ്രദേശമാണ് തിരുനെല്ലി വഴിക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ആളുകൾക്കറിയാം. അതുപോലെ ആനയും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആണ് ഇത്രയും വലിയ കടങ്ങ് ഈ ഒരു കോളനിക്ക് വേണ്ടി ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്. വലിയ നല്ല രീതിയിൽ തന്നെ കാട്ടുമൃഗശല്യം ഉള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വനഗ്രാമം ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മറ്റൊരു ജീവി വന്ന് ഇതിനെ പിടിച്ചാലും നമുക്കൊന്നും പറയാനില്ല. ഇത് ഈ കോളനിയുടെ ഉൾപ്രദേശം കേട്ടോ. അങ്കണവാടി ഈ കാണുന്ന ഒരു അങ്കണവാടിയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഓരോരോ വീടുകളാണ്. ഒത്തിരി വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. പക്ഷേ കോളനിയാണ്. 4 സൈഡും ഫോറസ്റ്റ് കേട്ടോ. നമുക്ക് തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു റോട്ടിൽ നിന്നാണ് തിരിഞ്ഞ് ഇങ്ങോട്ട് ഒരു കോൺക്രീറ്റ് റോഡാണ് ഇങ്ങോട്ട് കയറുന്നത്. ഈ വീട്ടിലാണ് ആടിനെ കടവ് ഇന്നലെ രാത്രി പരിക്കേൽപ്പിച്ചത്. നമുക്ക് ഇവരോടും കൂടെ ചോദിക്കാം. ഇന്നലെ രാത്രി എത്ര മണിയായപ്പോഴാണ് സംഭവം ഉണ്ടായേ? 2:30 മണിയായിരുന്നു. 2:30 അല്ലേ? നിങ്ങൾ കണ്ടോ നേരിട്ട്? ഞങ്ങൾ ആടിൻ്റെ ഒച്ച കേട്ടിട്ട് എല്ലാവരും ടോർച്ചൊക്കെ പിടിച്ചിട്ട് ഓടുമ്പോൾ പുലി അങ്ങോട്ട് പോകും. ആടിനെ കൊണ്ടോടി. അപ്പോൾ എല്ലാവരും ഒച്ച കേട്ടിട്ട് അവൾ അതിട്ടിട്ട് ഓടി കളഞ്ഞു. ഇട്ടിട്ട് പോയി. കൊന്നില്ലല്ലേ? കൊന്നിട്ടില്ല, ജീവനുണ്ട്. അതും ജീവിക്കുമോ എന്തോ അങ്ങനെ ഉണ്ട്. കഴുത്തിനെ കടിച്ചിട്ട്. വലിയ പരിക്കാ? അല്ലേ? ഇപ്പം ആടെവിടെയാ ഉള്ളത്? ആട് കാട്ടിക്കുളൊക്കെ കൊണ്ടുപോയി. ആണോ? ഡോക്ടറിൻ്റെ അവിടെ. ഡോക്ടറിൻ്റെ അടുത്തുണ്ടായോ? ആരാ കൊണ്ടേ? അതും എൻ്റെ മോൻ്റെ ഒരു ചെക്കനും. പിന്നെ അവിടുത്തെ ഒരു ആടിനെ കടിച്ചു കൊന്നില്ലേ, അതിനെ കൊന്നു. അപ്പുറത്ത് അത് 2 ആളും കുടിച്ച് കൊണ്ടുപോയതാ. അവിടുത്തെ ആടും ഈ ആടിനെ കൂടി രണ്ടിനെ അവിടെ കൊണ്ടുപോയില്ലേ? ഇഞ്ചക്ഷൻ വെക്കാൻ കൊണ്ടുപോയതാ? ഇഞ്ചക്ഷൻ വെച്ചാൽ ജീവിക്കും എന്നാണ് അവർ പറയുന്നത്. ജീവിക്കും എന്തോ തീരെ പറ്റൂല. തൊണ്ട തന്നെ കടിച്ചിട്ട്. വലിയ ആടായിരുന്നു? ഗർഭിണിയാ. ആണല്ലേ? ഫോറസ്റ്റുകാരൊക്കെ വന്നായിരുന്നോ? വന്നു, രാവിലെ വന്നു. കാണിച്ചു കൊടുത്തോ? അവർ കാണിച്ചിട്ട് തന്നെ അവർ പറഞ്ഞു പിന്നെ കാട്ടിക്കുള കൊണ്ടുപോവാ. ഡോക്ടർ ഇന്നും ഇവിടെ വിളിച്ചാൽ വരില്ല, ഇന്ന് ഞായറാഴ്ചയാണ് അവർക്ക് ലീവ്. അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയത്. ആണല്ലേ? കൂടെ എവിടെയായിരുന്നു? കൂടുതൽ അത് തന്നെ. കാണിച്ചു തരാമോ? കൂട് ഇതാണ് ചാറക്കൂട്. അതൊക്കെ അത് പൊട്ടിച്ച് നാച്ചാക്കി. ഇതൊക്കെ പൊട്ടിച്ചതാ. ഇത് വാതിലൊക്കെ പൊട്ടിച്ചല്ലേ? മൊത്തം അടഞ്ഞിരുന്നായിരുന്നല്ലേ? അടച്ചിട്ട് കെട്ടി വെച്ച് ഞങ്ങള്. എന്നിട്ട് കയറ് പൊട്ടിച്ച് പുറത്ത് കൊണ്ടുപോയില്ലേ? ഇതാ ഇതിലെ കൂടെ കയറി ഇങ്ങനെ ഇതൊക്കെ പൊളിച്ചിട്ട് ആണി അടിച്ചതൊക്കെ പൊളിച്ച് ആടിഞ്ഞ് വലിച്ചെടുക്കുമ്പോ എല്ലാം പൊഞ്ഞു പോയി. എന്നിട്ട് എവിടെ വരെ കൊണ്ടുപോയി വലിച്ചോണ്ട്? അത് അവിടെ വരെ കൊണ്ടുപോയി. ഇതവിടെ ആ പച്ച പുല്ല് ചപ്പ് കാണുന്നില്ല, അവിടെ വരെ കൊണ്ടുപോയില്ലേ? അവിടെ ട്രെഞ്ചാട്ടോ. അപ്പുറത്തോട്ട് ഫോറസ്റ്റ് ആണ്.
ഇവിടെ ഈ കോളനിയിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് നിങ്ങൾ? എത്ര കുടുംബമുണ്ട് ഏകദേശം? എത്ര കുടുംബമുണ്ട്? ഏകദേശം പറഞ്ഞാൽ മതി. 10-15 ഉണ്ട്. 15 ഇത് ശരിക്കും കോട്ടിയൂർ അല്ലേ? ആ, കോട്ടിയൂർ. ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? നെഞ്ചി. ആനയെ പുലിയൊക്കെ ഉണ്ടാവും. അല്ല, വൈകിട്ടായി ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വരികയല്ലേ, പുറത്തേക്ക് ഇറങ്ങിയല്ലേ? ഇവിടെ ഇറങ്ങും. ഒറ്റ കെട്ടി ഞങ്ങൾ ഓടി ഇറങ്ങി. അപ്പോഴാണ് അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഓടിച്ച് അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ എടുത്തിട്ട് വന്നത്. അവിടെ നിന്നല്ലേ? പരിക്ക് കണ്ടിട്ട് എങ്ങനെയാ രക്ഷപ്പെടുവോ? രക്ഷപ്പെടുന്ന കാര്യം നൽകുന്നുണ്ടോ? അവർ ഇഞ്ചക്ഷൻ അടിച്ച് നോക്കട്ടെ. ആണല്ലേ? ആ, അവരും പറഞ്ഞു തമിച്ചാണ്, എന്നാ ഇഞ്ചക്ഷൻ അടിച്ച് നോക്കാന്ന് പറഞ്ഞു. ഇതാട്ടോ കോട്ടിയൂർ എന്ന് പറഞ്ഞ കോളനിയിൽ നമ്മൾ ഇന്നലെ രാത്രി നടന്നതാണ്. ഇവിടുന്ന് ആണ് പുലി ആദ്യം മറ്റേ ആടിനെ പിടിക്കാനായിട്ട് ശ്രമിച്ചു ഇവിടുന്ന്. എന്നിട്ട് ഇവർ ഓടിച്ച് പുലി രണ്ടാമത് ഇവിടുന്ന് ഇതിൻ്റെ നേരെ തന്നെ ഓപ്പോസിറ്റുള്ള അപ്പുറത്തെ ഒരു വീടാണ് നമ്മൾ ഇച്ചിരി മുന്നേ കാണിച്ചത്. ഇവിടുന്ന് ഒരു 200 മീറ്റർ മാത്രം ക്രോസ് പോയാൽ മതി. റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു 1/2 കിലോമീറ്ററൊക്കെ പോകണം. അപ്പം അങ്ങനെ ക്രോസ് പോയാൽ ഒരു 200 മീറ്റർ മാത്രം പോയാൽ മാത്രം ആ ഒരു വീട്ടിലേക്ക് എത്താൻ അത്രയും ദൂരമേ ഉള്ളൂ. അവിടെയാണ് ആ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അവിടുത്തെ ആടിനെ അത് കടിച്ച് കൊന്നു കേട്ടോ. ഇവിടെ ഇത് കടിച്ചെടുത്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചതേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഏകദേശം അടുത്തടുത്ത സമയങ്ങളിൽ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അപ്പുറത്തോട്ട് ആളുകളെ അറിയിച്ചില്ല? ഇല്ലല്ലേ? അത് രാത്രി അങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ. എന്താ ആനകളുണ്ടല്ലേ? ആന അതാ ഈ കണ്ടി കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആനയും എന്നും ഇതിന് ചുറ്റും ആനയായിരിക്കും. ആന അതെ, കാടിന് നടക്കായതുണ്ടല്ലേ? രാത്രി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രദേശത്ത് തന്നെ ഇവിടെ തന്നെ നിൽക്കുള്ളൂ അല്ലേ? ആ, പുറത്തേക്കൊന്നും പോവില്ല രാത്രി ആയല്ലോ. അല്ലേ? വെളിച്ചമില്ലാത്തടത്ത് പോയല്ലേ? പോവില്ല. വൈകിട്ട് ഒരു എത്ര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങി തുടങ്ങും? അല്ല, ആനയൊക്കെ അതിന് ടൈമൊന്നും ഇല്ല. എപ്പോ വേണമെങ്കിൽ ഇറങ്ങാം അല്ലേ? എപ്പോ വേണമെങ്കിൽ ഇറങ്ങാം. വാഴയൊക്കെ ഉണ്ടല്ലോ, കണ്ടില്ല, അതൊക്കെ തിന്നാന്. ഇതിനകത്തോട്ട് കയറുമോ? ഇതിലെ കയറൂല, അതിലെ കൂടെ വരും അങ്ങ്. ട്രെഞ്ച് ഉള്ളതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ലേ? ഇങ്ങോട്ട് വരില്ല. ആ ട്രെഞ്ചിന്റെ അതിൽ തന്നെ കടന്നിട്ട് ആ കൗണ്ടന്മാരുടെ വാഴയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി നശിപ്പിക്കും. രാത്രി ഇറങ്ങിയിട്ടുണ്ട് ആന. ഇതുപോലെ തന്നെ കേട്ടോ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു ജീവിത പ്രശ്നങ്ങളാണ് ഇവരിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നത്. കണ്ടോ, ഇതൊക്കെ വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ചുറ്റോട് ചുറ്റും ഫോറസ്റ്റ് ആട്ടോ. തിരുനെല്ലിയിൽ നിന്ന് നമ്മൾ കാട്ടിക്കുളത്ത് നിന്ന് തിരുനെല്ലിക്ക് പോകുന്ന വഴിക്ക് ആണ് ഈ ഒരു ഉള്ളത്. തിരുനെല്ലിക്ക് പോകുന്ന റോഡ് നമുക്കറിയാം മുഴുവൻ ഫോറസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ നടുക്കാണ് ഈ ഒരു കോളനി ഉള്ളത്. ഇത് അടിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ താമസിക്കുന്നതെല്ലാം. അവർ സംസാരിച്ചത് നമ്മൾ കേട്ടു. അതായത് ആദ്യം ഈ ഒരു കോളനിയിലാണ് വന്നത്, അതിനുശേഷമാണ് ഇതിന് തൊട്ടപ്പുറത്ത് ഒരു 200 മീറ്റർ മാത്രം അപ്പുറമുള്ള ആ ഒരു കോളനിയിലേക്ക് പോയത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാടിന് നടുക്കായിട്ടുള്ളൊരു പ്രദേശമായതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ മുഴുവനും ആനയായിരിക്കും ചുറ്റോട് ചുറ്റും. അതുകൊണ്ട് തന്നെ ആർക്കും എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങിയില്ലെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് അപ്പുറത്തുള്ള ആളുകളുടെ അടുത്തേക്ക് പോകാനും പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയ പുലി നേരെ ഇവിടുന്ന് അതിന് വിശപ്പ് മാറിയില്ല. സ്വാഭാവികമായിട്ടും പിടിച്ച ആടിനെ അതിന് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നേരെ ഇവിടുന്ന് നേരെ പോയി അടുത്ത സ്ഥലത്തെ ആടിനെ പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 2 സ്ഥലത്തും ആടുകളെ അറ്റാക്ക് ചെയ്തത്. പൊതുവേ നമുക്കിപ്പോൾ അറിയാം, ഇപ്പം നല്ല രീതിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി നിൽക്കുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാർച്ച്, ഏപ്രിൽ, ഒരു ഡിസംബർ മുതൽ ഇങ്ങോട്ട് ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് വരെ ഇത് തുടരും. ഇനി വേനലും കൂടെ കഴിയുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും. അതാണ് പൊതുവേ നമ്മളെല്ലാ വർഷവും കണ്ടുവരുന്നൊരു സാഹചര്യം. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ആളുകൾക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് കാടിന് നടുക്കാണെങ്കിൽ പോലും ഇവർ അത്രയും വിഭാഗക്കാരായതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത്. അവരാണേലും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത്. കാരണം അവർ പരമ്പരാഗതമായി കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് കാടിനോട് ചേർന്നൊരു പ്രദേശമായതുകൊണ്ടും നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും നമുക്ക് അതിൻ്റെ അകത്തൊന്നും പറയാനില്ല. കാരണം ചുറ്റോട് ചുറ്റും കാടായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
പക്ഷേ ഇങ്ങനെയൊരു സംഭവം കേട്ടപ്പോൾ അത് ഞാൻ വന്ന് കവർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അതിപ്പോൾ ആരുടെയും കുറ്റമൊന്നുമല്ല, കാടിൻ്റെ നടക്കാണ് ഇവരെല്ലാം താമസിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും ഇവർക്കും സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട്, ഇവരും മനുഷ്യരാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്